ബാല്യകാലം മുതൽക്ക് തന്നെ സുഹ്റായും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ശത്രുത്വത്തിന് കാരണം? അവർ അയൽവക്കക്കാരാണ്. ആ രണ്ട് കുടുംബങ്ങളും സൗഹാർദ്ദതയിൽ തന്നെ. എന്നാൽ സുഹ്റായും മജീദും ബദ്ധവൈരികളാണ്. സുഹ്റായ്ക്ക് 7-ഉം മജീദിന് 9-ഉമായിരുന്നു വയസ്സ്. അന്യോന്യം കോക്രി കാട്ടുകയും പേടിപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു അവരുടെ പതിവ്. അങ്ങനെയിരിക്കെ മാമ്പഴത്തിൻ്റെ കാലം വന്നു. സുഹ്റായുടെ വീടിനടുത്തുള്ള തൈമാവിൽ മാങ്ങ പഴുത്തു വീണു തുടങ്ങി. ഒന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല. മാമ്പഴം വീഴുന്നതും കേട്ട് അവൾ ഓടിച്ചെല്ലുമ്പോൾ അത് മജീദ് എടുത്ത് കടിച്ചു തിന്നുന്നത് കാണും. അവൻ അവൾക്ക് കൊടുക്കുകയില്ല. കൊടുക്കാൻ ഭാവിച്ചാൽ തന്നെ കടിച്ചതിൻ്റെ ബാക്കിയായിരിക്കും. അതും അവൾ കൈനീട്ടിപ്പോയാൽ "നാ മുട്ടുകടിച്ചോ" എന്നും പറഞ്ഞ് അവൻ കൈമുട്ട് അവളുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുക്കും. പിന്നെ കാണുമ്പോൾ അവൻ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും, കണ്ണുരുട്ടിയും നാവ് നീട്ടിക്കാണിച്ചും. അതിലൊന്നിലും സുഹ്റായ്ക്ക് പേടിയില്ല. അവളും പകരം കാണിക്കും. പക്ഷേ മാമ്പഴത്തിൻ്റെ കാര്യത്തിൽ മാത്രം സുഹ്റയ്ക്ക് തോൽവിയാണ്. എന്തുകൊണ്ട് അവൾക്ക് മാമ്പഴം കിട്ടുന്നില്ല? കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സുഹ്റ ഉത്കണ്ഠയോടെ മാഞ്ചുവട്ടിൽ നിൽക്കും. ഒന്നും വീഴില്ല, ഒരില പോലും വീഴില്ല. വളരെ പഴുത്ത മാങ്ങ കുലകുലയായി മാവിൽ കിടപ്പുണ്ടെന്ന് അവൾക്കറിയാം. വീഴുന്നില്ലെങ്കിൽ കയറി പറിക്കണം. പക്ഷേ മിഷറ് വളരെയുണ്ട്. അത് കടിച്ചു കൊന്നുകളയും. കടിക്കുന്ന ആ വലിയ എറുമ്പുകൾ ഇല്ലെങ്കിൽ തന്നെ മാവിൽ കയറുക സുഹ്റയെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? പെണ്ണല്ലേ? വായിൽ വെള്ളം മൂറിച്ചുകൊണ്ട് ഒരു ദിവസം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊമ്പുകളിൽ തട്ടിമുട്ടി പടോന്ന് എന്തോ എന്ന് വീണു. ഹൗ! സുഹ്റ ഓടിച്ചെന്നു. സന്തോഷത്തോടെ അത് കുനിഞ്ഞെടുക്കാൻ ഭാവിച്ചു. പക്ഷേ അവൾ നാണിച്ചുപോയി. അതൊരു വെള്ളക്കയായിരുന്നു. അവൾക്ക് പിണഞ്ഞ അമളി വല്ലവരും കണ്ടു കാണുമോ? ഇല്ല. എന്നാലും മാവിൽ നിന്നും വെള്ളക്ക വീഴുന്നതെങ്ങനെ? അവൾ തിക്കും പൊക്കും നോക്കി. കണ്ടു. അവൾക്ക് വിറഞ്ഞു. അവൻ മജീദ് വിജയഭാവത്തിൽ നിരർത്ഥകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ജുഗു ജുഗു ജുഗു. എന്നിട്ട് മാഞ്ചോട്ടിലേക്ക് ചെന്നു. തന്നെയുമല്ല, കണ്ണുകൾ ഭയങ്കരമായി ഉരുട്ടി, നാവ് നീളുന്നത് വരെ നീട്ടി. ഉഗ്രരൂപം. അത് കണ്ടാൽ ആ ഗ്രാമത്തിലുള്ള പെൺപിള്ളേരെല്ലാം പേടിച്ചു വിറച്ച് എൻ്റെ ഉമ്മോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടും. വളരെ ഓടിയിട്ടുമുണ്ട്. പക്ഷേ സുഹ്റ ഓടുന്നില്ല. തന്നെയുമോ തലചെരിച്ച് നാവ് നീട്ടി കണ്ണുകൾ തുറിച്ച് അവളും അങ്ങനെ നിൽക്കുകയാണ്. മജീദിന് ദേഷ്യം വന്നു. വലിയൊരാൺകുട്ടിയെ ഒരു കൊച്ചു പീക്കിരിപ്പെണ്ണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ? അവൻ ഒന്നുകൂടി അടുത്തു. അവൻ്റെ കണ്ണുകൾ തുറഞ്ഞു. പുരികങ്ങൾ വലിഞ്ഞുയർന്നു. മൂക്കിൻ്റെ 2 ദ്വാരവും വിടർന്നു. മുഴക്കത്തോടെ ധൂ എന്നൊരു ഭയങ്കര ശബ്ദമുണ്ടാക്കി. അവൾ പേടിച്ചോടിയില്ല. പുരികക്കൊടികൾ ഉയർത്തി കണ്ണുകൾ തുറിച്ച് മൂക്ക് വിടർത്തി അവളും പറഞ്ഞു ധൂ. മജീദ് സ്തംഭിച്ചു നിന്നുപോയി. ഒരു നുറുങ്ങുപെണ്ണ് വീട് തോറും നടന്ന് അടയ്ക്ക വാങ്ങി ചാക്കിൽ ചുമന്നു കൊണ്ടുവന്ന് നിൽക്കുന്ന വെറും ഒരു അടയ്ക്ക കച്ചവടക്കാരൻ്റെ മകൾ. അവൾ എന്തുകൊണ്ട് പണക്കാരനായ തടിക്കച്ചവടക്കാരൻ്റെ മകനെ ഭയപ്പെടുന്നില്ല? പെണ്ണ് ഏത് നിലയിലും ആണിനെ പേടിക്കേണ്ടതല്ലേ? മജീദ് വളരെ അടുത്തു ചെന്നു. ഒരു നെല്ലിട അവൾ മാറിയില്ല. മജീദിൻ്റെ അഭിമാനം പുകഞ്ഞു. അവന് കലശലായി ദേഷ്യം വന്നു. അമ്പടി, നിന്റെ പേരെന്താടി? അവൻ അവളുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചു. സഗൗരവം ചോദിച്ചു. അറിയാനല്ല, അവനറിയാം. എന്തെങ്കിലും ചോദിക്കണ്ടേ? ആണല്ലേ? അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ചു കളയും എന്ന മട്ടിലാണ്. അവളുടെ കുഞ്ഞു പല്ലുകളും പാര പോലുള്ള നഖങ്ങൾ 10ഉം കുരുക്കുരുത്തു. ഒരു നിമിഷ നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല. അവൻ്റെ കൈത്തണ്ട് കടിച്ചു പൊളിക്കണമോ അതോ മുഖം മാന്തി കീറണമോ? നിന്റെ പേരെന്താടീന്ന് അവളുടെ ബാപ്പയോ ഉമ്മയോ ആരും അവളെ നീ എന്നോ എടി എന്നോ വിളിച്ചിട്ടില്ല. പിന്നെ കോക്രി കാട്ടുകയും മാമ്പഴം കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കൻ വിളിക്കാൻ കാരണം? അവൾ ദേഷ്യത്തോടെ മുമ്പോടെടുത്ത് ഇടത് കൈയിലെ പാര പോലുള്ള നഖങ്ങളാൽ മജീദിൻ്റെ വലത് കൈത്തണ്ടയിൽ ശക്തിയോടെ ഒരു മാന്തു കൊടുത്തു. തീച്ചിറവ കൊണ്ട് മാന്തേറ്റതുപോലെ മജീദ് പുളഞ്ഞ് പിടിവിട്ട് എൻ്റെ ഉമ്മോ എന്ന് അലറി നിലവിളിച്ചു പോയി. അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും പകരം അവനും മാന്താൻ ഉദ്ദേശിച്ചു.